ഇന്ന് പ്രിയപ്പെട്ടവർ ഒരു യാത്രക്കിടയിൽ ഇതാ ഒരു ഉമ്മത നടന്നു പോണ്. ഇവരെങ്ങനെ കണ്ടപ്പോൾ ഇവരെ കയ്യിലൊരു സഞ്ചി ഉണ്ട്, സഞ്ചി തൂക്കി പിടിച്ചും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താണ് സഞ്ചിയിൽ എന്നുള്ളത് ഞാനൊന്ന് ചോദിച്ചു നോക്കിയതാണ്. അപ്പോൾ ഈ സഞ്ചിയിൽ ഈ ഉമ്മ ഒരാളെ മുന്നിലും കൈ നീട്ടാതെ അച്ചാറും ചായപ്പൊടിയും വിൽക്കുകയാണ്. വിൽക്കാൻ കാരണമുണ്ട്. ഈ ഒരു റമളാൻ മാസത്തിലും ഇത്രയും കഷ്ടപ്പെട്ട് ഓടുന്നത് ഉപ്പാക്ക് ഇവരെ ഭർത്താവിന് ഒരു വലിയൊരു രോഗം ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചക്ക് തന്നെ ഭീമമായ തുക ഇവർക്ക് വേണമെന്നുള്ളതാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ദയനീയമായ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എന്ന് തോന്നി. എന്താ പറയുക, ഈ ഒരു സമയത്ത് ഇപ്പം നമുക്ക് റമളാൻ മാസമാണ്. ഇപ്പം എല്ലാവരും നോമ്പിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്നിടത്ത് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ പൊരിവയിലും കൊണ്ട് എന്താ ഇപ്പോൾ ഇത് ഒരാളെ മുന്നിൽ നിങ്ങൾ കൈ ഇട്ടാതെ ഇതണ്ട അച്ചാറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ നിങ്ങളെ ഭർത്താവിന് എന്തൊക്കെയാണ് അസുഖങ്ങളുള്ളത്? ഇപ്പോൾ ഒരു 14 വർഷം മുന്നേ കിട്ടി മാറ്റി വെച്ചേ. അതിന്റെ മരുന്ന് കുടിച്ചതിന്റെ ഭാഗമായിട്ടാണെന്നാ പറയണത്. ലിവറിന് പൊട്ടാണ്. ലിവറിന് പൊട്ടിയിട്ട് ചോര വയറ്റുന്ന് പോവുക അങ്ങനത്തെ. അതിനിപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അത് നിന്നിട്ടുണ്ട്. എന്നാലും ആ ലിവറിന്റെ പ്രശ്നം കൊണ്ട് ഡയാലിസിസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വയറുവേദനയാണ് ലിവറിന്റെ പ്രശ്നം കൊണ്ട്. പിന്നെ ലെൻസിന്റെ ഉള്ളിൽ മുഴയാണ് എന്നാ പറഞ്ഞത്. അപ്പോൾ ശ്വാസം കിട്ടാതാവുക, അത് പിന്നെ ഈ കിഡ്നി പോയിക്കാണ്ട് ഡയാലിസിസ്, അങ്ങനെ നമ്മളെ ശരീരത്തിലുള്ള 3 അവയവങ്ങളും കേട് വന്നിട്ട് അതിനുള്ള ചികിത്സയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പം നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈത്തപ്പഴം, നാരങ്ങി, മാങ്ങി, ഈത്തപ്പഴം മാങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അച്ചാറാ? മിക്സ് ചെയ്തിട്ടുള്ള ഈത്തപ്പഴം മാങ്ങയും മിക്സ് ചെയ്തിട്ടുള്ള അച്ചാറ്, പിന്നെ ഈത്തപ്പഴം നാരങ്ങി മിക്സ് ചെയ്തിട്ടുള്ള ഈത്തപ്പഴം നാരങ്ങ മിക്സ് ചെയ്തിട്ടുള്ള അച്ചാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാങ്ങച്ചാറ്, പിന്നെ നാരങ്ങച്ചാർ, പിന്നെ ഈ ചായപ്പൊടി. അങ്ങനെ 5 ഐറ്റാണ് നമ്മൾ സ്കൂളുകളിലും എക്സാമുകളിലും കൊടുക്കുന്നത്. ഇപ്പൊ ഇപ്പത്തെ സാഹചര്യം എന്താ വെച്ചാൽ ഈ നോമ്പായതോടുകൂടി മെക്സവൻ നിന്ന്. മെക്സവൻ ഇല്ല ഇപ്പൊ. എന്താ വെച്ചാൽ ഉണ്ട്, പക്ഷെ അവിടെ ആളുകൾ വരവ് കുറവാണ്. പിന്നെ സ്കൂളുകൾ എക്സാമും പരീക്ഷയൊക്കെ ആയതുകൊണ്ട് കുറവാണ്. ചില ദിവസങ്ങളിലേ പറ്റുള്ളൂ. പറ്റുന്ന സമയത്ത് നമ്മൾ ചെന്ന് കയറിയിട്ടും പറ്റുള്ളൂ. അതുകൊണ്ട് ഒന്നും നടക്കാത്തൊരവസ്ഥ നോമ്പായതുകൊണ്ട്. പിന്നെ നമ്മളെ നോമ്പാണ് വെച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ നിർത്താനും പറ്റാത്തൊരവസ്ഥ. വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണോ അവരെ കൊണ്ട് കഴിയണത് ആ നിലയ്ക്ക് എന്നെ സഹായിക്കുക. പിന്നെ ഈ സാധനം വാങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലാതെ എങ്ങനെയാണോ അവരെ കൊണ്ട് എന്നെ ഷെയർ ചെയ്തിട്ട് ആളുകളെ അടിയിലേക്ക് എത്തിച്ചിട്ടോ എങ്ങനെയാണോ അവർക്ക് എന്നെ സഹായിക്കാൻ പറ്റുക അങ്ങനെ എന്നെ സഹായിച്ചുകൊണ്ട് ഈ ചികിത്സ ഒന്ന് മുന്നോട്ട് ഒരാളെ മുന്നിൽ കൈനീട്ടി പോവാത്തൊരു കോലത്തിൽ പോകണം എന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ളൊരാഗ്രഹം. ഈ മാസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പുണ്യം എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് വാങ്ങി സഹായിക്കുക. വേറെ ഒന്നും എനിക്ക് പറയാനില്ല മനസ്സുകളോട് കേട്ടോ. നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്ത് പോയതിൻ്റെ ശേഷം എന്താ വെച്ചാൽ നമുക്ക് കുറേ ഒരു വലിയൊരു ആശ്വാസമാണ് എനിക്ക് കിട്ടിയിരുന്നത്.